ടോം ആൻഡ് ജെറി കാർട്ടൂണിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തല്ലുകൂടും. പിറ്റേന്ന് നോക്കിയാലും ടോമും ജെറിയും ഒരേ സ്ക്രീനിൽ തന്നെ കാണും. എത്ര തല്ലുകൂടിയാലും പിരിയാത്ത ഒരു കൂട്ടായി നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടതാണ്. നമ്മുടെ കുരുത്തക്കേടുകൾക്ക് കാരണം ടോം ആൻഡ് ജെറി കാണുന്നതാണെന്ന് വരെ വീട്ടുകാർ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നിരിക്കാം. അത്ര മനോഹരമായി നമ്മളെ രസിപ്പിച്ചപ്പോഴും ആ കാർട്ടൂൺ കാണണ്ട എന്ന് നമ്മുടെ വീട്ടുകാർ തീരുമാനിച്ചാൽ പലപ്പോഴും അത് കഴിഞ്ഞു. അന്നിങ്ങനെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, രഹസ്യമായി പോയിരുന്ന് കാണാൻ. അപ്പം നമ്മളത് വേണ്ട എന്ന് തീരുമാനിക്കും, പറഞ്ഞൊക്കെ നോക്കും. ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് പറഞ്ഞു നോക്കും. വേണ്ടടാ കാണണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിനപ്പുറം വേറെ അത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ പുസ്തകം എടുത്ത് ഓടിയിരുന്ന ഒരു കാലം ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് PRE2E. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ്സ് ദ റെഫ്യൂസൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്. നമ്മളുടെ ട്രീറ്റിംഗ് ഡോക്ടർ ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വായിക്കുമ്പോൾ ചിരി വരും. ട്രീറ്റിംഗ് ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദമായി പേഷ്യൻറ്റിനോട് വിശദീകരിച്ചതിന് ശേഷവും അവൈലബിൾ ഓപ്ഷൻസ് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുണ്ടാകും, ഇന്ന ബെനിഫിറ്റ് ഉണ്ടാകും, മറ്റ് ചികിത്സകൾ ഇന്നതൊക്കെയാണെന്നെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തതിന് ശേഷവും പേഷ്യൻറ്റിന് റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കൊള്ളായിരിക്കും അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ? ട്രീറ്റിംഗ് ഡോക്ടർ വളരെ വിശദമായി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവണമെന്നാണ് അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷവും ആ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് പേഷ്യൻറ്റിനുണ്ട്. അപ്പോൾ ഡോക്ടർ ചെയ്യേണ്ട അടുത്ത ജോലി, ഡോക്ടർക്ക് വീണ്ടും ജോലി കൊടുക്കുകയാണ് ഈ പേഷ്യൻ്റ്, ഇത് കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ്, റെഫ്യൂസ് ചെയ്യുന്ന കോൺസിക്വൻസ് കൃത്യമായി പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷവും പേഷ്യൻ്റ് റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ അവരുടെ ആ ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യണം. ക്ലിയർ? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ടോ? ചികിത്സ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പിന്നെ പോട്ടെ പുല്ല് ചെയ്യാൻ പാടില്ല. അത് പേഷ്യൻ്റെ റൈറ്റാണ് ഒരു ട്രീറ്റ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യുക എന്നത്. അത് നമ്മളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ റെഫ്യൂസ് ചെയ്യത്തില്ല പലപ്പോഴും. കാരണം വെച്ചാൽ നമ്മളൊന്നും വിശദീകരിച്ച് കൊടുക്കുന്നില്ലല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ. എല്ലായിടത്തും അല്ല കേട്ടോ, ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായി പേഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഐശ്വര്യമാണ് അത് കാണാൻ തന്നെ. സോ PRE2E, പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ് ദ റെഫ്യൂസൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അത് അവരുടെ അവകാശമാണ്.